ആ നായക്ക് ഇപ്പം ഇല്ല, അവരെവിടെ നാട് വിട്ടു പോയി. അപ്പം ആ നായക്കിൻ്റെ ഹസ്ബൻഡ് പാർട്ട്ണറായിട്ടുള്ള ആൾക്ക് മദ്യപിക്കുന്നതിന് ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ വറുത്ത് വാങ്ങിക്കൊണ്ടു വന്നു. എനിക്കിത് വന്നിട്ട് ഇങ്ങനെ കൊതിയായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, എടുത്ത് കഴിക്കാനും പറ്റില്ലല്ലോ, അതിനുള്ള ഫ്രീഡം ഇല്ല. അപ്പം വീട്ടിൽ അതൊന്നും നടക്കില്ല, അതൊക്കെ വന്ന് അടി കിട്ടും. എൻ്റെ പൊന്നെ, അടി കൊണ്ടതിന് കണക്കില്ല. ബെൽറ്റ് വെച്ചിട്ടൊക്കെയാണ് ഇവർ അടിക്കുക. അപ്പം ഞാൻ ഭയങ്കര കൊതിച്ചപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത്, അമ്മേൻ്റെ മമ്മി മമ്മിയുണ്ട്, മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ വേണമെന്ന്. അപ്പോൾ പാവം മമ്മി അന്ന് ബെഗ് ചെയ്തിട്ട് ഇത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്കിതിൽ നിന്ന് കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇമോഷൻസും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ആ മമ്മിയുടെ ആ ഒരു സ്നേഹമുണ്ട്, പ്ലസ് ഇവർ നമുക്ക് ഭക്ഷണം ചോറുണ്ടാക്കി തന്നിട്ട് ഇതിൻ്റെ കൂടെ തരുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എനിക്കിപ്പോൾ തോന്നുന്നു വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഇഷ്ടമുള്ള വാങ്ങി കഴിക്കാനുള്ള ഒരു സിറ്റുവേഷനുകളുണ്ടാവും. ഇത് അതും ഇല്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഭയങ്കര സ്ട്രഗിളിങ് ആണെന്നുള്ള റിയലൈസേഷനും ഉണ്ട്. അപ്പം ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അല്ല, അന്ന് ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്തല്ലോ ചെയ്യേണ്ടി വന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഞാനൊരു സിസ്ജെൻഡർ ആണെങ്കിൽ എനിക്ക് നടക്കില്ല. ഞാനിങ്ങനെ ജനിച്ച് ഇങ്ങനെ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് സ്ട്രഗിൾ ചെയ്യേണ്ട ഗതികേട് വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും ഡെവലപ്ഡ് ആണ്, ഇത്രയും പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷെ അത് വ്യത്യസ്തമാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രായത്തിൽ അന്ന് അനുഭവിക്കുന്ന സിസ്ജെൻഡർ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാതെ ഇരിക്കേണ്ടി വന്നത് ഞാൻ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അതൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ആവുന്ന ആളുകൾക്ക് എളുപ്പമാണ്, ഈസിയാണ് അല്ലേ? കുറെ കൂടെ ഒക്കെ ഇത്ര സ്ട്രഗിൾസ് ഒന്നുമില്ല. നാട് വിട്ടു പോയി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഷെൽട്ടർ ഹോം നൽകുന്നുണ്ട്, എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, സർജറി ചെയ്താൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ടും ഗവൺമെന്റ് കുറച്ച് സപ്പോർട്ടീവ് ആയതുകൊണ്ടും നമുക്ക് സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അവനവൻ എന്താണ്, എന്ത് ചെയ്യണം, എന്താണ് ആഗ്രഹം, അതിലൊക്കെ ഇപ്പൊ നിന്ന് തുടങ്ങി. പണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടിപ്പോ ബെഗിങ് തന്നെ കാര്യങ്ങളായിരുന്നു, ഏത് വഴി പോകണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അതെ, ഇപ്പോഴത്തെ ഡാൻസ് ഹെയ്തി ഡാൻസ് കളിക്കും, പാട്ട് പാടും, മിമിക്രി കാണിക്കും, ഞാൻ പറഞ്ഞതാ, പാട്ട് പാടും. അപ്പൊ നമുക്ക് അത് നമ്മളെ മൊത്തം സോഴ്സ് ഉണ്ട് ഇനിയിപ്പോ ജീവിക്കാനും എല്ലാത്തിനും. അതുണ്ടടാ, അത് നമ്മൾ ഉണ്ടാക്കി എടുത്തു. അത് കാരണം ഇപ്പൊ പുതുതായി വരുന്ന പിള്ളേർക്ക് അത്രയും സഫറിങ് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ വേ കണ്ടെത്താൻ, അവരുടെ കാലിബർ അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ഇഷ്ടമുള്ള ഫീൽഡ് അത് കണ്ടെത്താനുള്ളൊരു ഓപ്ഷനും ഫ്രീഡവും ഉണ്ട്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എത്തിയിരിക്കില്ല. അല്ല, എത്തുമായിരിക്കും, പക്ഷെ ഇത്രയും ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോവില്ലായിരുന്നു. പിന്നെ ഒരു ടൈമല്ലേ. അതെ, ഒരു സമയമാകുമ്പോ എല്ലാം അങ്ങനെ എത്തും. നമ്മൾ എന്താവണമെന്ന് ഗോഡ് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആണ്. അപ്പൊ അത് നമ്മളപ്പോ വിചാരിക്കുന്ന സമയത്ത് എത്തുള്ളൂ. നമ്മൾ വെറുതെ ഇപ്പോ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് എത്തിയത്. അത് ശരിയാ. ഓക്കെ, ഇനി ഇപ്പൊ ഹെയ്ദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാ? ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചാ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞു. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് ഒക്കെ ഞാൻ പഠിച്ചത് ഇപ്പൊ ഈ അടുത്താണ്. അതിനുശേഷം പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക്. മറ്റേ ആദ്യം ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തോണ്ടിരിക്കും. ചുറ്റുള്ളത് ആരിപ്പോ വർഷയാണ് എന്റെ അടുത്തുള്ള, അയ്യോ വർഷയെ വണങ്ങാതെ ഉയിരില്ലേ എന്നിട്ട് വർഷയെ വെച്ചിട്ടോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി ഞാൻ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വിട്ടു. എന്റെ പൊന്നെ, എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എനിക്ക് എട്ടിന്റെ പണി തന്നിട്ടുണ്ട്. പക്ഷെ പണി തരാത്തവരും ഉണ്ട്, എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ഞാനിപ്പോ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സെൽഫ് ലവ്. അതെ, അതെന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ.